മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുറുവേലി പാലത്തിന് താഴെ തോടിന്റെ ബണ്ട് ബലപ്പെടുത്തി ഉയരത്തിൽ തടയണ നിർമ്മിക്കണമെന്ന ആവശ്യമായിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജനകീയ പ്രതികരണ വേദി മുളക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകി. മുളക്കുളം പഞ്ചായത്തിന്റെ നെല്ലറയായ എടയാറ്റ് പാടശേഖരത്തിന്റെയും ജീവനാഡിയായ കുറുവേലി തോടിന്റെയും കരയിലാണ്. ഈ തോടിന്റെ കര കുറേ ദിവസങ്ങളായി തകർന്ന് അതിൻ്റെ ബണ്ട് തകർന്ന് പാടശേഖരത്തെ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് നാശോന്മുഖമായിരിക്കുക. അത് പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അധികാരികൾ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് MLA-യുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും MP-യുടെയും ഒക്കെ സഹകരണത്തോടെ കേരള മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെയും കേരള ടൂറിസം വകുപ്പിൻ്റെയും സഹായത്താൽ ഇവിടെ ഒരു പ്രകൃതി രമണീയമായ ജലാശയം ഒരുക്കുന്നതിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ തോടിൻ്റെ ബണ്ട് രണ്ടു വശവും ബലപ്പെടുത്തി 10 അടിയെങ്കിലും ഉയരത്തിൽ കെട്ടി ഈ തോടിനോട് ചേർന്ന് ഈ ഭാഗത്തേക്ക് കടന്നു നിൽക്കുന്ന ഈ പുറമ്പോക്ക് പ്രദേശം ജലം കെട്ടി നിൽക്കുന്ന ഈ സ്ഥലവും കൂടി ഉൾപ്പെടുത്തി ഒരു ജലാശയമാക്കി മാറ്റിയാൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് കുളിക്കുന്നതിനും കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കുന്ന വളരെ പ്രയോജനകരമായ ഒരു പദ്ധതിയായി മാറും. തോടിനോട് ചേർന്ന പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പുറമ്പോക്ക് സ്ഥലം കൂടി ഏറ്റെടുത്താൽ മനോഹരമായ തടാകം നിർമ്മിക്കാൻ കഴിയും. ഇടയാറ്റ് പാടശേഖരത്തിലെ കൃഷിക്കും ഈ വെള്ളം ഉപയോഗിക്കാം. വേനൽക്കാലത്ത് കനാൽ ജലം കൂടി ലഭിക്കും എന്നതിനാൽ ഇത് 12 മാസവും ജലസമൃദ്ധമായിരിക്കും. ഇതോടെ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് ഉയർന്ന് കുടിവെള്ളക്ഷാമവും പരിഹരിക്കാനാവും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പദ്ധതി തയ്യാറാക്കി മൈനർ ഇറിഗേഷൻ വകുപ്പിന് സമർപ്പിച്ച് പ്രാവർത്തികമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി സംസ്ഥാന കോർഡിനേറ്റർ രാജു തെക്കേക്കല നിവേദനത്തിൽ ആവശ്യപ്പെട്ടു.